15ാമത് SKSSF സംസ്ഥാന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 15ാമത് സർഗലയത്തോടനുബന്ധിച്ച് സർഗലയം അനുഭവം ഓർമ്മ എന്ന ഒരു പരിപാടിയിലാണ് നമ്മളുള്ളത്. നമ്മുടെ കൂടെയുള്ളത് 15ാമത് സർഗലയത്തിൻ്റെ സംസ്ഥാന ചെയർമാൻ ഷാഫി മാസ്റ്റർ ആട്ടേരി, സംസ്ഥാന കൺവീനർ ജനറൽ കൺവീനർ സുലൈമാൻ ഉഗ്രപുരം, അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് ഫൈസി മോളൂർ, ജോയിൻറ്റ് കൺവീനർ അഷ്റഫ് സർ കൊടുവള്ളി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ വേദിയിലുണ്ട്. സർഗലയത്തിൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും എന്ന സെഷനിൽ ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് മാഷേ 15ാമത് സർഗലയത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 1996 കണ്ണൂരിലെ പെരുമ്പയിൽ വെച്ച് സംസ്ഥാന സർഗലയം നടന്നു. തീർച്ചയായും 15ാമത് സർഗലയം വീണ്ടും കണ്ണൂരിലേക്ക്, അതിനു മുമ്പ് 2015 അതേ തളിപ്പറമ്പിൽ തന്നെ സംസ്ഥാന സർഗലയം എത്തിയിരുന്നു. ഇപ്പോൾ ഈ 24 എത്തുമ്പോഴേക്കും എങ്ങനെ തോന്നുന്നു ഷാഫി മാഷി ഈ ഒരു അനുഭവം, സർഗലയത്തിൻ്റെ മാറ്റം? ഷാഫി മാഷിന് എങ്ങനെയാണിത് തോന്നുന്നത്? എന്തൊരു മാറ്റം വന്നിട്ടുണ്ട് സർഗലയത്തിന്? ആ ഒരു കാലത്ത് 33 മത്സരങ്ങളിൽ നിന്ന് 100-ലേറെ മത്സരങ്ങളിലേക്കാണ് സർഗലയം മാറിയത്. എങ്ങനെ തോന്നുന്നു? അൽഹംദുലില്ലാഹ്, വലിയൊരു മാറ്റമാണ് സർഗലയത്തിൻ്റെ ഈ ഒരു യാത്രയിൽ ഉണ്ടായിട്ടുള്ളത്. 96 കണ്ണൂരിൽ ആരംഭിക്കുമ്പോൾ അന്ന് ഒരു തുടക്കം എന്നുള്ള നിലക്ക് നമുക്കത് കാണാമായിരുന്നു. പക്ഷേ ഒന്നിടവിട്ട വർഷങ്ങളിലാണ് നമ്മൾ സർഗലയം സാധാരണ നടത്തുന്നത്. ഒരു വർഷം സർഗലയം നടത്തുന്നു, അടുത്ത വർഷം നടത്തുന്ന മുസാബക മത്സരം. രണ്ടാണെങ്കിലും സമസ്തയുടെ കീഴടങ്ങളുടെ ഒരു കലാപരിപാടിയാണ്. എല്ലാത്തിലും പങ്കെടുക്കുന്നത് പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലുള്ള അഡോളസൻസ് പ്രായത്തിലുള്ള മക്കളോ താഴെയുള്ള മക്കളോ. അവരെ മാറ്റം എന്നുള്ളത് ഏതൊരു തലമുറയിലും മാറ്റങ്ങൾ ആദ്യം സംഭവിക്കുന്നത് ഈ ചെറിയ മക്കളിലാണ്, പ്രത്യേകിച്ച് സ്കൂൾ മദ്രസ പ്രായ മക്കളിൽ. ആ മക്കൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയുടെ കൂട്ടുകാരായിട്ടാണ്. അപ്പോൾ അന്ന് സോഷ്യൽ മീഡിയ അവർക്ക് പരിചയമായിരുന്നില്ല. വരകളും എഴുത്തുകളും ചിത്രങ്ങളുമായിരുന്ന ഒരു കാലത്തിൽ നിന്നും അവര് അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഒരു കോവിഡാനന്തര കാലഘട്ടത്തിൽ എല്ലാ നിലക്കും മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ സർഗലയം അത് കൊടുക്കും. അപ്പോൾ 2024 എത്തിയപ്പോഴേക്കും സർഗലയത്തില് 102 മത്സരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി. ഈ 102 മത്സരങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വന്നത് ഈ മാറ്റത്തിന്റെ ഒരു മാറ്റുകയാണ്. പ്രത്യേകിച്ചും ആദ്യകാലങ്ങളിൽ അത്ര തന്നെ സ്ത്രീകൾക്കൊന്നും വേണ്ടത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അവരെ കൂടി നമ്മൾ ഇതിന്റെ കൂടെ നിർത്താവുന്ന രീതിയിൽ ചേർത്ത് പിടിച്ചു, അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളിതിന്റെ പ്ലാറ്റ്ഫോം വിശാലമാക്കി. അല്ലെങ്കിൽ നല്ല മാറ്റങ്ങൾ ഓരോ വർഷങ്ങളും സർഗലയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് അഭിമാനപൂർവ്വം പറയാനുള്ളത്. മാത്രമല്ല ഇടം മുറിയാതെ തുടർച്ച പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മുൻകാല നേതാക്കന്മാർക്കും ഇതിന്റെ അഭിമാനത്തിന്റെ സുലൈമാൻ സാർ, ഇപ്പോൾ കുട്ടികൾ AI കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത്. ഈ കാലത്ത് പുതിയ തലമുറയോട് നമ്മുടെ സർഗലയത്തിന് ഒരു സന്ദേശമുണ്ട് അല്ലേ? വലിയ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. എന്താണ് പുതുതലമുറയോട് സർഗലയം നൽകുന്ന ആ ഒരു സന്ദേശം? നമ്മുടെ സർഗലയം എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്ന 2 അർത്ഥങ്ങളുണ്ടല്ലോ. ഒന്ന് ബുദ്ധിപരവും കലാപരവുമായ ഒരു മെച്ചപ്പെടലിൻ്റെ ഒരു സാന്നിധ്യമാണ് സർഗലയത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പേരിനോട് നീതി പുലർത്തുന്ന രൂപത്തിൽ നമ്മുടെ ഓരോ മത്സരങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. സർഗലയം എന്ന ഒരു പേരിനോട് യോജിച്ച രീതിയിലുള്ള മത്സരക്രമങ്ങളാണ് നമ്മുടെ ഓരോ മത്സരങ്ങളും എടുത്താൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുതിയ കാലം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ പലപ്പോഴും സമയമില്ലാത്ത കുട്ടികളാണ്. കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമല്ല, കുട്ടികൾക്കൊന്നിനും സമയമില്ലാത്ത ഒരു നേരത്ത് കുട്ടികൾ പുതിയ ടെക്നോളജിയുടെ പിന്നാലെ പോകുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഇതിലേക്ക് പിടിച്ചു നിർത്താൻ ആവശ്യമായി നമ്മൾ ഇപ്പോൾ നാനോ ലിറ്ററേച്ചർ പോലെ 25 വാക്കുകളിൽ ഒതുങ്ങുന്ന കാമ്പുള്ള വരികൾ അത് നമ്മളിടുമ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഉൾക്കൊള്ളുക എന്നുള്ളത്. പക്ഷേ കുട്ടികളെ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും പുതിയ മത്സരങ്ങളാണ് ഇതൊക്കെ. നല്ല നല്ല സൃഷ്ടികൾ അതിൽ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ നോക്കിയപ്പോൾ നല്ല നല്ല സൃഷ്ടികൾ നാനോ ലിറ്ററേച്ചറിൽ സാധനങ്ങൾ കാണുന്നുണ്ട്. അത് നല്ല സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ റീൽസ് കോൺടെസ്റ്റ്,
കുട്ടികളുടെ വിഭവമാണ് റീൽസ് കോൺടെസ്റ്റ് എരിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പണ്ട് കാലങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ് ഈ പോസ്റ്റർ ഡിസൈനിങ്. അത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ് ഡിസൈനുകൾ, പോസ്റ്ററുകൾ എന്ന് പറഞ്ഞത്. പക്ഷെ പുതിയ കാലം വന്നു, ഡിജിറ്റൽ പോസ്റ്ററിൻ്റെ കാലം വന്നപ്പോൾ അത് സമൂഹത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ സംഘടനാപരമായ ആവശ്യം കൂടിയാണ്. മാത്രമല്ല നമ്മുടെ കഴിഞ്ഞകാല അനുഭവം, നമ്മൾ തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലാണ് ഇത് തുടങ്ങുന്നത്. അതിൻ്റെ ശേഷം നമ്മുടെ കുട്ടികൾ പങ്കുവെക്കുന്ന കാര്യം, അവർക്ക് ഇപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടെ ചില കമ്പനികളിലൊക്കെ ജോലി ചെയ്യാനും അവിടെയൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഒരു ധൈര്യമുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്ത് പരിചയിച്ചല്ലോ. അങ്ങനെ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾ ഇതിലേക്ക് വരുന്നത്. തീർച്ചയായും സർഗലയങ്ങൾ കുട്ടികൾക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ഒരു മാറ്റിവെച്ച് നന്നാവണമല്ലോ. ഓരോ മാറ്റിവെക്കലും നന്നാവാനുള്ളതാണ്. അപ്പോൾ അതിലൂടെ അവർ അവരുടെ പ്രതിഭയെ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, സന്ദേശം കൊടുക്കുന്നത്. കൂടെ വർക്കിംഗ് ചെയർമാൻ കുഞ്ഞഹമ്മദ് ഫൈസിയുണ്ട്. പഴയ കാലത്ത് നമ്മൾ നടത്തിപ്പ് പഴയ രീതിയിലായിരുന്നു. കാലം മാറി 24-ലെത്തിയപ്പോൾ ഇതിൻ്റെ നടത്തിപ്പിൽ സംഘാടകർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ? ഡിജിറ്റലൈസേഷൻ നടക്കുന്ന ഒരു കാലം. ആ കാലത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നടത്തിപ്പ് അതിൻ്റെ പിന്നിൽ വന്നിട്ടുള്ളത് സർഗലയത്തിൻ്റെ? തീർച്ചയായും ഞാൻ സർഗലയം ആദ്യമായിട്ട് കാണുന്നത് 2004 എൻ്റെ സ്വദേശമായ മോളൂരിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശം വെല്ലപ്പുഴയിലായിരുന്നു. സംസ്ഥാന സർഗലയം വെല്ലപ്പുഴ സലാഹുദ്ദീൻ ഫൈസിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ നടന്നത്. അന്ന് മുതൽ അന്നൊക്കെയാന്ന് പറയുന്നത് ഒരുപാട് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ സോഷ്യൽ മീഡിയ ഒന്നുമില്ലാത്ത ഫുള്ള് പേപ്പർ ടു പേപ്പർ ചെയ്യുന്ന ഓരോ റിസൾട്ടും കൊണ്ടുപോയി ഓടേണ്ട. അന്ന് എത്തിങ്ങാന സ്കൂളിലും അതുപോലെ തന്നെ എത്തിങ്ങാന കോമ്പൗണ്ടിലൊക്കെ പരിപാടി അവർ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. സ്റ്റേജ് ഒരുപാട് എഴുതാൻ വേണ്ടി കുറെ കുട്ടികളൊക്കെ തയ്യാറാക്കി ഇരുത്തുന്ന പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് അല്ലേ? ഓഫീസ് ഇന്നത്തെ ഓഫീസും അന്നത്തെ ഓഫീസും ഒരുപാട് വ്യത്യാസങ്ങൾ. ഇന്ന് സമിതിൻ്റെ ആളുകൾ ഇന്നലെ മിഞ്ഞാന്ന് വരെ കഷ്ടപ്പെട്ടെങ്കിലും ഇന്ന് ഞങ്ങൾ ഫ്രീ ആണ്, ഒരുപാട് ഫ്രീ ആണ്. ഒരു പേപ്പർ പെന്നോട്ട് എഴുതേണ്ട ഒരു വിഷയം അവിടെ വരുന്നില്ല. ഫുള്ള് സോഷ്യൽ മീഡിയ ആ വിഷയത്തിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ നല്ലൊരു സഹായം നമ്മുടെ സർഗലയത്തിന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു രീതിയിലായതുകൊണ്ട് നമ്മളൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ എല്ലാതും അതിലൂടെ കണ്ടെത്തുകയാണ്. അതുപോലെ തന്നെ നമ്മളെ സ്കോർ ബോർഡ്, ആരെവിടെ സ്കോർ ബോർഡ് ആദ്യമൊക്കെ ഫ്ലെക്സിലോ അല്ലെങ്കിൽ നോട്ടീസിലൊക്കെ എഴുതി പ്രദർശിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ആപ്പ് നമ്മളെ ഓരോ വിരൽത്തുമ്പിലും ഓരോരുത്തരുടെ ആൻഡ്രോയിഡ് ഫോണിൽ എല്ലാവർക്കും അതാത് സമയങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കോർ ബോർഡൊക്കെ കൃത്യമായി ആ ആപ്പിലൂടെ നമ്മൾ പ്രദർശിപ്പിക്കണം. ഒരുപാട് മാറ്റങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് 2024 നമ്മുടെ ആർബിറ്റേഴ്സ് ഇവര് ഇന്ന് ഇത് പറയുമ്പോൾ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ആർബിറ്റേഷന് വേണ്ടി ആശങ്ക ഉണ്ടായിരുന്നു ഈ സർഗലയത്ത് വരാൻ. കാരണം നമ്മുടെ സംസ്ഥാനത്തെ മത്സരങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജഡ്ജസ് നേരിട്ട് മാർക്ക് എൻ്റർ ചെയ്യുന്ന മാർക്ക് ചെയ്യുന്ന ഒരു മത്സരമാണ് ഈ സംസ്ഥാന മത്സരം നടക്കുന്നത്. ആർബിറ്റേഴ്സ് ഫെസിലിറ്റേറ്റർ അല്ലേ? അതെ. പിന്നെ സ്റ്റേജ് അഡ്മിൻ, ഈ മൂന്നും സർഗലയം 2024 സമ്മാനിച്ച പുതിയൊരു ടേംസ് ആണ്. അത് സർഗലയത്തിൻ്റെ ഒരു സംഭാവന തന്നെയാണ്. മറ്റു മത്സരങ്ങൾക്കും ഈ രീതി ആവിഷ്കരിക്കാം. സർഗലയ സംസ്ഥാന സമിതിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. അഷ്റഫ് സാർ, ഈ പ്രാവശ്യത്തെ പ്രത്യേക ഒരു പ്രമേയം ഉണ്ട്, ഉള്ളിൻ്റെ ആള്. അതിനെക്കുറിച്ച് എന്താണ്, എങ്ങനെയാണ് ഉള്ളിൻ്റെ ആള്? മൊത്തത്തിൽ വൈറലായ ഒരു ക്യാപ്ഷനാണ് അല്ലേ? ഉള്ളിൻ്റെ ആളിൽ നിന്ന് നമ്മുടെ മാനുവലിന്റെ ഏറ്റവും പുറകത്തെ ചട്ടയിലെ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത് എത്രത്തോളം അത് വൈറലാവുന്നുള്ള കാര്യം ആരും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ എവിടെ പോയാലും കേൾക്കാനുള്ളത് ഫുള്ള് ഈ ഒരു പ്രമേയത്തിലാണ്. അത് നമ്മൾക്ക് വ്യാഖ്യാനിക്കാം. ഉള്ളെന്ന് ആളുകൾ അല്ലേ? മത്സരാർത്ഥിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കഴിവുകൾ അതിന്റെ ഒരു നടത്തിപ്പുകാരായാലും ശ്വാസക്കായാലും സമിതിയായാലും അവർക്ക് മത്സരം തീരുന്നത് വരെ ഉള്ളിന്റെ ആളുകളുണ്ട്. നാനാർത്ഥങ്ങൾ നമ്മളിവിടെ മത്സരം നടത്തുമ്പോൾ ആ അർത്ഥത്തിലും അതെ. നേരത്തെ പറഞ്ഞു 33 മത്സരങ്ങളിൽ തുടങ്ങിയ കാഴ്ച ഇപ്പോൾ 100-ലേറെ മത്സരങ്ങൾ വന്നു. പുതിയതായി ഉൾപ്പെടുത്തിയ കുറച്ച് മത്സരങ്ങളുണ്ട്. ഭക്തിഗീത് ഉൾപ്പെടെയുള്ള കുറച്ച് മത്സരങ്ങൾ പുതുതായി നമ്മുടെ സർഗലയത്തിലേക്ക് വന്നതാണ്. സംസ്ഥാന ചെയർമാൻ എന്ന നിലയിൽ ഷാഫി മാഷിന് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എന്തൊരു മാറ്റമാണ് ഈ ഉൾപ്പെടുത്തലിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്?
ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ ഇനിയും ഇനങ്ങൾ കൂടുന്നു എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഉൾപ്പെടുത്തൽ അനിവാര്യമാണ് എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ കൺക്ലൂഷനിൽ എത്തിയത്. കാരണം പുതിയ തലമുറയെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടും അവർക്ക് നമ്മൾ ഇടം നൽകിയേ മതി. അവരെയും പരിഗണിച്ച് നമ്മൾ അവരെ ആ നൽകി ചേർത്ത് നിർത്തൽ അത്യാവശ്യമാണ് ബോധ്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ തരത്തിൽ നീങ്ങിയത്. അവിടെ മാഷപ്പ് ഗാനങ്ങൾ, റീൽസ്, ഡിജിറ്റൽ പോസ്റ്റർ മേക്കിംഗ് തുടങ്ങിയ പുതിയ ഐറ്റങ്ങൾ വന്നപ്പോൾ അങ്ങനെയുള്ള ഓരോ ഐറ്റങ്ങൾ വന്നപ്പോൾ ആ ഐറ്റങ്ങളെ കൃത്യമായി പുതിയ തലമുറ അത് ഏറ്റെടുത്തു. മാത്രമല്ല അവരതങ്ങ് നന്നായിട്ട് ആസ്വദിച്ചു എന്നാണ് പറയുന്നത്. നല്ല മാറ്റങ്ങൾ, ഈ പുതിയ ഇനങ്ങൾ ഇനിയും ഇൻഷാ അല്ലാഹ് അടുത്ത വർഷങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, ഹിസ്റ്ററി ടോക്ക് അല്ലേ, അറിയേണ്ട കുറേ കാര്യങ്ങൾ അല്ലേ. വളച്ചൊടിച്ച് ചരിത്രത്തെ യാഥാർത്ഥ്യം സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാൻ അല്ലെ ഹിസ്റ്ററി ടോക്കിലൂടെ സർഗലയത്തിന് സാധിച്ചു. മാനേജ്മെന്റ് ഉണ്ട് നമുക്ക്. അതൊരു കുട്ടികള് ഇപ്പോ പ്രത്യേകിച്ചും സ്വന്തം ഒരു സാഹചര്യം വരുമ്പോൾ അതിനെങ്ങനെ ഒരു പരിഹരിക്കണം എന്നുള്ളത് അവരാരും ചെയ്യേണ്ട കാര്യമായിരിക്കും. പക്ഷെ പലപ്പോഴും കുട്ടികള് അതിന് അത്ര തന്നെ കഴിയാത്തൊരവസ്ഥ. ഇവിടെ നമ്മളൊരു ഇനമായിട്ട് ചർച്ച ചെയ്തപ്പോൾ പ്രധാനപ്പെട്ട പല സങ്കീർണമായ പ്രശ്നങ്ങൾ അവർ മുമ്പിൽ ഇട്ട് കൊടുക്കുമ്പോൾ അവരത് വളരെ സിമ്പിളായി സോൾവ് ചെയ്യുന്നു. അപ്പോൾ ഏത് പ്രശ്നങ്ങളെയും കൃത്യമായി സോൾവ് ചെയ്യാൻ അവരെ സന്നദ്ധരാക്കുക എന്നുള്ളതാണ് സിറ്റുവേഷൻ മാനേജ്മെന്റ്. സുലൈമാൻ മാഷേ, നമ്മൾ ഇനി 2026 ചിലപ്പോൾ 2 വർഷം കൂടുമാണ് നമ്മൾ ഉണ്ടാവുക 16ാമത് സർഗലയം അല്ലേ. ആ സർഗലയത്തിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങൾ ഇല്ലാണ്ടായിപ്പോയി, ഇനി എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ നമുക്ക് തോന്നുക. ഇനി എന്തൊക്കെ നമ്മൾ മാറാനുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു, നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാലം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ മാറാനുണ്ട്. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് സർഗലയത്തിൽ കൊണ്ടുവരാൻ സാധിക്കും? ഇപ്പോൾ പുതിയ ഓരോ വർഷം പോലും വലിയൊരു മാറ്റം ഈ കലാരംഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതിന് പലപ്പോഴും ചുക്കാൻ പിടിക്കുന്നത് സർഗലയമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അത് അഹങ്കാരമായി പറയല്ല. പലപ്പോഴും ആരും കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാവാത്തൊരു മേഖലയിൽ ഇത് നിരന്തരമായി പഠനങ്ങളും ഗവേഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത്തരത്തിലൊരു പരിപാടിയെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പം പലപ്പോഴും ആളുകളൊക്കെ ചെയ്യാറുള്ളത് കോപ്പി സിസ്റ്റങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. ഉള്ളതിനിങ്ങനെ അവിടെ നിന്ന് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ കുറേ എഴുത്ത്, അങ്ങനെ ആവശ്യമില്ലാത്ത പരിപാടികൾ മാനുവലൊക്കെ നന്നായി പരിഷ്കരിച്ചിട്ടുണ്ട് ഈ വർഷം അല്ലേ, നന്നായി അടിമുടി മാറിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇനി കുട്ടികൾക്ക് ഇപ്പോൾ ഗെയിമിങ്ങിൻ്റെയും മറ്റുമൊക്കെ കാലഘട്ടമാണ്. കുട്ടികൾ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സിലോജിസം ഉള്ള പോലെയുള്ള മേഖലകളിലേക്കൊക്കെ ഒരു പക്ഷേ മത്സരത്തെ കൊണ്ടുപോവേണ്ടി വരും. സിലോജിസം നമ്മളത് വലിയ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. നമുക്കൊരു മത്സരത്തെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളവിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ മത്സരം നടന്ന് യൂണിറ്റ് മുതൽ സംസ്ഥാന തലം വരെ നടക്കണം. അപ്പോൾ അതിന് ജഡ്ജസ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും, ഏത് രൂപത്തിൽ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിക്കണം. അപ്പോൾ 2 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ചർച്ച ചെയ്യാനും കൂടി പറ്റാത്ത അവസ്ഥയിലാണ് വളർച്ച ഉണ്ടാകുന്നത്. നമ്മളിന്ന് ആലോചിക്കുന്നതിലപ്പുറത്ത് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സംഘടനാ സംവിധാനത്തിൽ നമ്മുടെ ഓരോ ഏരിയക്കനുസരിച്ചുള്ള രൂപത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കാളിത്തം ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ ആ രൂപത്തിലുള്ള മാറ്റങ്ങൾ ആദ്യം കൊണ്ടുവരാനുണ്ട്. നമ്മുടെ ഇപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റിലേക്ക് ചില ജില്ലകളിൽ നിന്ന് 2 പേർ വരുന്ന സാഹചര്യം അതുണ്ട്. എന്നാൽ ഇതുപോലെ നമ്മുടെ ചില മേഖലകളിലും അത്തരമൊരു സാഹചര്യമൊക്കെ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പുതിയ ഒരു ഗെയിമിങ്ങിൻ്റെ കാലത്ത് കുട്ടികൾ അവിടേക്ക് പോവാതിരിക്കാൻ മത്സരം ഈ ഒരു സർഗലയം തന്നെ വഴി കാണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതെ, മുഹമ്മദ് ഫൈസി, നമ്മൾ യൂണിറ്റിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മുടെ സർഗലയം അല്ലേ. അങ്ങനെ ശാഖ കഴിഞ്ഞു, ക്ലസ്റ്റർ കഴിഞ്ഞു, മേഖല കഴിഞ്ഞു, ജില്ലയിൽ മത്സരിച്ചാണ് കുട്ടികളൊക്കെ സംസ്ഥാന സർഗലയത്തിൽ. ഇതോടുകൂടി തീരുന്നില്ല, നാഷണൽ സർഗലയം കൂടി വരാനിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു നാഷണൽ സർഗലയം? ഇപ്പോൾ സംസ്ഥാന സർഗലയം തളിപ്പറമ്പിൽ നടക്കുന്നു. ആൾക്കാരുടെ ആ ഒരു പെരുമ, തളിപ്പറമ്പിൻ്റെ ആ ഒരു പാരമ്പര്യം, അതുപോലെ തന്നെ നാഷണൽ സർഗലയത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിരന്തരമായ ഓഫ്ലൈൻ മീറ്റിങ്ങുകൾ, ഓൺലൈൻ മീറ്റിങ്ങുകൾ,
നിരന്തരമായ ചർച്ചകൾ നമ്മുടെ സുലൈം മാസ്താനി ഷാഫി മാസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ചർച്ചകൾ, ഒരുപാട് ആശങ്കകൾ ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു സർഗലയം യൂണിറ്റ് മുതൽ സംസ്ഥാന തലം വരെ എത്തി. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അടുത്തൊരു വേർഷൻ സംസ്ഥാന തലം കഴിഞ്ഞ് ഒരു ദേശീയ സർഗലയം അതിനെക്കുറിച്ചുള്ള കഴിഞ്ഞ വർഷം ദേശീയ ഉണ്ടായിരുന്നു, ദേശീയ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഈ കേരളത്തിൽ നിന്ന് എത്രത്തോളം നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാവുന്നതാണ്. പാരമ്പര്യവും പ്രൗഢിയൊക്കെ എങ്ങനെയാണ് ഈ സർഗലയത്തെയും അതിഥികളെയൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്? മാഷ് എങ്ങനെയാണതിനെ കാണുന്നത്? തളിപ്പറമ്പിനെ കുറിച്ചും സർഗലയത്തെക്കുറിച്ചും. ഇവിടെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നന്നായിട്ട് സർ സയ്യിദിന്റെ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഇവർക്കിന്റെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് ഇവിടെ, നല്ല വേദികൾ കെട്ടാനും കാര്യങ്ങളൊക്കെ പരമാവധി ഇവിടെ ഉള്ളവർ സഹകരിച്ചു. നന്നായിട്ടുള്ള ആദ്യത്തെ അവര് ചെയ്തിട്ടുണ്ട്, ഭക്ഷണമായാലും താമസമായാലും ഒക്കെ പരമാവധി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇരികയും നീട്ടിയാണ് തളിപ്പറമ്പുകാർ സർഗലയം നടത്താൻ സ്വീകരിച്ചിട്ടുള്ളത്. അതിഥികളെ നന്നായി സൽക്കരിച്ചു, സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാം അല്ലേ? തീർച്ചയായും ഭക്ഷണ കാര്യത്തിലായാലും വീട് കഴിഞ്ഞ് അവരുടെ ബന്ധു വീട്ടിലേക്ക് പോയി സമിതി കഴിയുമ്പോൾ ജഡ്ജസിനെയോ തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ മീഡിയ വെണ്ണിന്റെ ആളുകളൊക്കെ അവിടെ താമസിപ്പിച്ച് അവരവരുടെ കുടുംബ വീടുകളിലേക്ക് പോയി. അതെ, ചുരുക്കി പറഞ്ഞാൽ മത്സരാർത്ഥികൾക്കും സംഘാടകർക്കും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത അതെ 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 ആ രൂപത്തിൽ തന്നെയാണ് തളിപ്പറമ്പ് അങ്ങ് ഏറ്റെടുത്തൊക്കെ പൂർണ്ണാർത്ഥത്തിൽ അവരുടെ കുടുംബ ഭാഗമായിട്ട് ചേർത്ത് അല്ലേ? മാത്രമല്ല നമ്മള് ഓരോ വേദികളും 6 വേദികളാണുള്ളത്. ഓരോ വേദികളും ആ വേദിയിൽ നടക്കുന്ന പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്യുന്ന പറഞ്ഞപ്പോൾ നമ്മളെ ഇവിടുത്തെ സഹപ്രവർത്തകര് അതിന് നേതൃത്വം നൽകിയത് മുനീറിന്റെ നേതൃത്വത്തിലുള്ള, അതേപോലെ സുഹൈല്, നമ്മളെ സുറൂറിന്റെ നേതൃത്വത്തിലുള്ള ടീമുണ്ടല്ലോ. അത് ആ വേദി പേര് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കഴിയില്ല. ശരിയാണ്. അവരൊക്കെ സർഗലയം ഡേറ്റ് തീരുമാനിച്ചത് മുതൽ ഇവിടെ ഉണ്ട്. അതെ 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 ആ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർഗലയം ഇതിൻ്റെ രീതി, ആവിഷ്കാര രീതി ഒക്കെ മാറി അല്ലേ? ഇതിൽ നിന്ന് വന്ന ഒരുപാട് എഴുത്തുകാരും പ്രഭാഷകരെയും ഒക്കെ ഉണ്ട് മാഷേ. ഇവരൊക്കെ എങ്ങനെയാണ് സമൂഹത്തിൽ ചെയ്ത കാര്യങ്ങൾ? എഴുത്തുകാർ ഒരുപാടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് പ്രഭാഷകർ സർഗലയത്തിൻ്റെ സംഭാവനകളാണ്. അവരൊക്കെ ഇന്നത്തെ ഈ സർഗലയത്തുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ആത്മവിശ്വാസം കിട്ടുന്നത്? എന്താണ് നമുക്ക് പറയാനുള്ളത്? അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുമ്പോൾ സർഗലയം അവരോട് ചെയ്ത കടപ്പാട് എന്താണ്? അവരൊക്കെ സർഗലയത്തിലൂടെ വളർന്നു വന്നു എന്ന് മാത്രമല്ല, അഭിമാനത്തോടു കൂടി നമുക്ക് സർഗലയത്തിൻ്റെ ടീമിന് പറയാൻ പറ്റും അവർ സർഗലയത്തിൻ്റെ പ്രൊഡക്റ്റുകളാണെന്ന്. എന്ന് മാത്രമല്ല, അവർ നമ്മുടെ സമൂഹത്തിൽ തിളങ്ങി നിൽക്കുന്നു. പ്രത്യേകിച്ച് സമസ്തയുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അവർ തല ഉയർത്തി നിൽക്കുകയാണ്. സമസ്ത എന്ന് പറയുമ്പോൾ കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സംവിധാനം കൂടിയാണല്ലോ. ആ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൽ അവർ എഴുതിയിട്ടും അവർ പ്രസംഗിച്ചും അവർ ഏത് മേഖലയിലാണോ ആ മേഖലയെ അവർ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് അവർ മുന്നേറുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ പറയും അവർ സർഗലയത്തിലാണ് അവർ തുടക്കം കുറിച്ചതെന്നും സർഗലയത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെന്നും ഏറെ സർഗലയത്തിൻ്റെ സമിതി എന്ന നിലക്കും ഇതിൻ്റെ ഭാഗം എന്ന നിലക്കും ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്നലെ സയ്യിദുൽ ഉലമ ആദരിച്ച ഡോക്ടർ ഒരുപാട് കഴിവുകളുള്ള ഉസ്താദ്. നമുക്കറിയാം 21ഓളം പുസ്തകങ്ങൾ മലയാളത്തിൽ, അറബിയിൽ, വ്യത്യസ്തമായ ഭാഷകൾ, അതുപോലെ ഒരുപാട് കവിതാ സമാഹാരങ്ങൾ, ഡോക്ടറേറ്റ് നേടിയ അത്തരത്തിലുള്ള ആളുകളെ സർഗലയ സമിതി ആദരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ വിഷയത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാണ്. അത്തരത്തിലുള്ള ആളുകളെ ഇനിയും സമൂഹത്തിൽ ഓരോ വർഷവും സർഗലയ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുകയാണ് അല്ലേ? ഈ സർഗലയ പ്രതിഭാ പുരസ്കാരം തീർച്ചയായും അതിന് അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് തീർച്ചയായും കഴിഞ്ഞ വർഷം ഗഫൂർ കാസിമി ഉള്ളൂ അല്ലേ?
അപ്പം തീർച്ചയായും സർഗലയം നമുക്ക് നൽകുന്നത് നല്ലൊരു പ്രതീക്ഷയാണ്, നല്ലൊരു ഭാവനയാണ്. ഞാൻ നേരത്തെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ സന്ദർശിച്ചു. അവിടെയൊക്കെ നല്ല കാമ്പുള്ള രചനകളാണ് ഉണ്ടായിട്ടുള്ളത്. അഷ്റഫ് സാർ, അപ്പോൾ ആ രചനകൾ, എഴുത്തിലും കുട്ടികൾ തീരെ പിന്നിലല്ല. പുതിയ കാലത്ത് സ്ക്രീനിൽ കുട്ടികൾ ഒതുങ്ങിപ്പോകുന്നില്ല. നല്ല മൂല്യമുള്ള സൃഷ്ടികൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അവരുടെ എഴുത്ത് മേഖലയെക്കുറിച്ച് അഷ്റഫ് സാറിന് പറയാനുള്ളത്? വിധികർത്താക്കളോട് ചോദിച്ചു. കാരണം സ്റ്റേജ് കാണാലോ, അവര് പറയുന്നത് എല്ലാം വ്യത്യസ്തമാണ്. ചിലപ്പോൾ നേരത്തെ മാനുവൽ ലിറ്ററേച്ചറെ കുറിച്ച് പറഞ്ഞല്ലോ, നമുക്ക് അരമണിക്കൂർ ടൈം കൊടുക്കുന്നുണ്ട്. 25 വാക്കുകൾ അരമണിക്കൂർ ടൈം വേണ്ട. അവർക്ക് ആലോചിച്ച് നമ്മൾ കൊടുക്കുന്ന വിഷയത്തിൽ ഏറ്റവും ചുരുക്കി എഴുതുക എന്നുള്ളതാണ്. ഇത്രയും കറക്റ്റ് ചെയ്ത് കുട്ടികൾ എഴുതുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഇന്നലെ ചെറിയ കുട്ടികളുടെ പെൻസിൽ ഡ്രോയിങ് ഉണ്ട്. അപ്പൊ ഞാനപ്പോ വേറെ മീഡിയനെ ബന്ധപ്പെട്ടു, അത് വീഡിയോ എടുത്ത് പുറത്തു വിടണം. അത്രയും നല്ല കഴിവുള്ള കുട്ടികൾ ഉണ്ട് അല്ലേ? ചിത്രരചനയിലായാലും പെയിന്റിങ്ങിലൊക്കെ നല്ല കഴിവുള്ള കുട്ടികളാണ് വന്നിട്ടുള്ളത്. പൊതുവെ എനിക്ക് തോന്നി, ഞാനിപ്പോ കുറെ കാലങ്ങൾ സർഗലത്തിൽ വരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ. അതുപോലെ സ്റ്റേജിനകളിലായാലും ഇന്നലൊക്കെ നടന്ന മാപ്പിളപ്പാട്ട് മത്സരം, ഇപ്പൊ തൊട്ട് മുമ്പ് വിധികർത്താക്കൾ ചോദിക്കുക നമുക്ക് 2 സെക്കൻഡ് കൊടുക്കാൻ പറ്റും, 2 തേർഡ് കൊടുക്കാൻ പറ്റും. കാരണം അത്രയും ടൈറ്റാ മത്സരം, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ടൈറ്റ് മത്സരങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ മത്സരത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പുരോഗതിയിലേക്കാണ് ശരിക്കും ഇത്രയും ഉയർച്ചയിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുലൈമാൻ മാഷെ, സഹ്റ വിഭാഗം എന്ന് തോന്നുന്നുണ്ട്, അവരെ മാഗസിൻ മത്സരമാണ് തോന്നുന്നു സംസ്ഥാന കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ടാകുക. ഈ പ്രിന്റ് അത് എടുക്കുന്ന ഒരു കാലം അല്ലെ, ഡിജിറ്റൽ കാലത്തും നമ്മൾ കയ്യെഴുത്ത് മാസികയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കയ്യെഴുത്ത് മാസികയാണ് നമ്മളവിടെ കണ്ടുവരുന്നത്. ഈ കയ്യെഴുത്ത് മാസിക സമൂഹത്തിന് സമർപ്പിക്കുന്ന ആ ഒരു സന്ദേശം എന്താണ്? അതിലൂടെ സഹ്റ മത്സരം നടത്തുന്നതിലൂടെ എന്താണ് പുതിയ കാലത്തോട് നമുക്ക് പറയാനുള്ളത്? നമ്മൾ സഹ്റ വിഭാഗത്തിൻ്റെ മത്സരങ്ങൾ ഉൾക്കൊള്ളിക്കുമ്പോൾ പ്രത്യേകിച്ച് സംസ്ഥയുമായി ബന്ധപ്പെട്ട വനിതാ ശരീഅത്ത് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു. മത്സരങ്ങൾ നമ്മുടെ നടത്തിപ്പിൻ്റെ പ്രായോഗിക വശങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ സംസ്ഥാന തലത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് മാഗസിൻ മാത്രം. കൊളാഷ് പെയിന്റിംഗ് ഉൾപ്പെടെ ജില്ലാതലത്തിൽ അവസാനിപ്പിച്ചു. ലിറ്ററേച്ചറൊക്കെ നല്ല മത്സരമായിരുന്നു. നമ്മൾ പെയിന്റിംഗ് ഒക്കെ നല്ല നിലവാരമുള്ള മത്സരമായിരുന്നു. അതിൽ ഏറ്റവും മൂല്യമുള്ള മത്സരം, ഞങ്ങൾ ഒരർത്ഥത്തിൽ വിലയിരുത്തിയൊരു മത്സരമായിരുന്നു. മത്സരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മത്സരം യഥാർത്ഥത്തിൽ സഹ്റ വിഭാഗത്തിൻ്റെ മത്സരമായിരുന്നു. അതായത് നമ്മുടെ ചെറിയ ആപ്തവാക്യങ്ങൾ കൊടുത്ത് അതിനെ ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതായിരുന്നു. സാധാരണ ഒരു പെയിന്റിംഗ് ആയിരുന്നില്ല നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് സംസ്ഥാന തലത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അത് ഒരു സാഹചര്യം, നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. ഏതാണ് കയ്യെഴുത്ത് മാഗസിൻ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇതിൽ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഒന്നാണ് കയ്യെഴുത്ത് മാഗസിൻ എന്നത് നമ്മളതിനെ പരിഗണിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ കുട്ടികൾ ഈ രചനാരംഗത്ത് നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ അവർക്ക് വലിയൊരു പ്രോത്സാഹനമാണ് ഇതിലൂടെ കയ്യെഴുത്ത് മാസികയിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. കാരണം ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് പോകുന്ന ഒരു സമയത്തും കുട്ടികളെ ഈ രൂപത്തിൽ പരിശീലിപ്പിക്കുക എന്നത് അതിനോടുള്ള അധ്യാപകന്മാർക്ക് വലിയൊരു കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു മത്സര സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ അതിനെ തയ്യാറെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക എന്നതും അതുവഴി കുട്ടികൾ വളരെ ആവേശത്തോടു കൂടെ അവർക്കിടയിലും ഈ സർഗലയം ആവേശത്തോടെ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. സഹ്റ വിഭാഗത്തിലും സർഗലയം ആവേശം ഉണ്ട് അല്ലേ? അതുപോലെ ഇപ്പോൾ നേരത്തെ പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ 2024 സർഗലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. നമ്മുടെ നേരത്തെ പറയേണ്ട ഒന്നായിരുന്നു, കിഡ്ഡീസ് വിഭാഗം മുതൽ, അതായത് നമ്മുടെ പ്രീ സ്കൂളുകൾ മുതൽ നമ്മൾ തുടങ്ങി ഏകദേശം നമ്മുടെ അറബി കോളേജുകളിൽ നിന്ന് വിട്ടുപോയ കുട്ടികൾ, അതായത് ജനറൽ വിഭാഗത്തിൽ ഏകദേശം ആളുകളെ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്ന ഒരു വിഭാഗമാണ് ഉള്ളത്. പിന്നെ ഉള്ളത് പിന്നെ ദർസ് അറബി കോളേജുകൾ, അവർ സർഗലയത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലെ സാധാരണ സ്ത്രീകളായ ആളുകൾ അവരെ നമ്മൾ ഇതിലേക്ക് പങ്കെടുപ്പിക്കുന്നുണ്ട്. വനിതാ കോളേജിലെ കുട്ടികളെയും നമ്മൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിഭാഗം അതാണ് ജനറൽ വിഭാഗത്തിലെ ആൺകുട്ടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ജനറൽ വിഭാഗം കൊണ്ടുവരുന്നെങ്കിൽ നിസ്വ വിഭാഗം ഒരു ജനറൽ വിഭാഗമാണ്. അത് സ്ത്രീകളാണ് അതിൽ ഭാഗമാക്കാത്തത്. വീട്ടിലിരുന്നും ഉമ്മമാർക്ക് നമ്മുടെ മത്സരത്തോട് പങ്കെടുക്കാം അല്ലേ? അങ്ങനെ സർഗലയത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇനി ഏറ്റവും പുതിയതായി പറയുമ്പോൾ നമ്മൾ ഈ സർഗലയം വീക്ഷിക്കുമ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്നുകൂടി പരിശോധിച്ചപ്പോൾ ഔദ്യോഗികമായി തന്നെ 1 ലക്ഷത്തിൽ പരം ആളുകൾ സർഗലയത്തിൻ്റെ ഭാഗമായി മത്സര രംഗത്തേക്ക് ഇത്തവണ വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ മത്സരങ്ങൾ നടന്നു. ഇതിലൊന്നും ഭാഗമാക്കാവാതെ വന്നത് ഇതിൻ്റെ പുറമേ ഉണ്ടാകും.
നിസ്വാ വിഭാഗം മത്സരങ്ങൾ മറ്റൊന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സർഗലയത്തിൻ്റെ സന്ദേശം ഇത്തവണ നമ്മൾ എല്ലാ രംഗത്തും കണക്ക് കൂട്ടുന്നതൊക്കെ പറഞ്ഞാൽ 1-2 ലക്ഷം ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി ഈ വർഷം വന്നു. അതിൻ്റെ ഒരു സമാപന പരിപാടിയാണ് ഇവിടെ നടക്കുന്നതൊക്കെ പറയുമ്പോൾ സർഗലയം എത്രത്തോളം ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് വലിയൊരു സ്വാധീനം അല്ലേ. സെഹ്റ വിഭാഗത്തിനും മത്സരത്തിൽ ഉൾപ്പെടുത്തി അവരെയും കൂടി സർഗലയത്തിന്റെ ഭാഗമാക്കിയത് വളരെ ചേർത്ത് നിൽപ്പിന്റെ ഒരു സന്ദേശം എനിക്ക് അതും കൂടി തോന്നുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത മത്സരമാണ് ഇത്തവണത്തെ സർഗലയം അല്ലേ. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സർഗലയത്തിന്റെ ഭാഗമായത് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ യൂണിറ്റ് തലത്തിൽ നിന്ന് തുടങ്ങി അല്ലേ സംസ്ഥാന തലത്തിൽ എത്തി നിൽക്കുന്ന ഈ സർഗലയത്തിന് പറയാനുള്ളത് ഇതാണ് അല്ലേ. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധിപ്പിച്ച് പറയാനുണ്ട് അല്ലേ. മത്സരങ്ങളിലെ ആ ക്രമം, അതിൻ്റെ മാറ്റം, ചേഞ്ച് കൂടാൻ പറ്റാത്തത് സർഗലയ സമിതി എന്ന് പറയുന്നത് ഈ ഒരു 4 ആള് മാത്രമല്ല. ഞങ്ങളുടെ സഹപ്രവർത്തകരായ ആലപ്പുഴയിൽ നിന്നുള്ള ബീജൻ ആസൂദ്, എറണാകുളം ജില്ലയിൽ നിന്നുള്ള സിയാദ്, അതുപോലെ തന്നെ ഉസൈർ കരിക്കുന്നത്, ഷാഫി ഫൈസി, അതുപോലെ തന്നെ ഷഫീഖ് ചമ്മോട്, ഷഫീഖ് അസദി, ഹനീഫ അസ്ലി ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ ഇപ്പോഴും ഇതിന്റെ പിന്നിലുണ്ട്. തീർച്ചയായും ഈ സർഗലയം അത് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കണം. ഒരു കൂട്ടായ്മയുടെ ലൈവ് ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഒരു 10-15 ആൾക്കാർ കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചോദ്യം ചോദിക്കുക, സംസ്ഥയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർഗലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനറലായ എന്തെങ്കിലും ചോദ്യം ചോദിച്ച് അപ്പം തന്നെ ട്രോഫി കൊടുത്ത് അല്ലെങ്കിൽ വ്യത്യസ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് സർഗലയ സമിതി ലൈവായിട്ട് നടക്കുന്നത്. തീർച്ചയായും 2024 സർഗലയം സമാപിക്കുമ്പോൾ, സംസ്ഥാന സർഗലയം സമാപിക്കുമ്പോൾ ഈ കലാ കേരളത്തോട് നമുക്ക് വലിയൊരു സന്ദേശം നൽകാനുണ്ട് അല്ലേ. ധർമ്മം അറ്റുപോകുന്ന ഈ കാലത്ത് ധാർമ്മികതയെ ചേർത്ത് നിർത്തി പുതിയ ഒരു സന്ദേശം അല്ലേ സമൂഹത്തിന് സമർപ്പിക്കാൻ സർഗലയത്തിന് കഴിഞ്ഞു എന്നതിൽ സർഗലയ സമിതിക്ക് വലിയൊരു ചാരിതാർത്ഥ്യവും വലിയൊരു കടപ്പാടും അല്ലേ വലിയൊരു ഭാഗ്യം എന്ന് തന്നെ പറയാം. തീർച്ചയായും സർഗലയ സമിതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ വിങ്ങിനും എല്ലാവിധ അഭിനന്ദനങ്ങളും കൃതജ്ഞതയും രേഖപ്പെടുത്തിയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് പിന്നീട് ഒരിക്കൽ സംഗമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.